എല്ലാവർക്കും നഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് പരിപ്പിൻ്റെ അടയാണ്. കണ്ണൂർ സിറ്റി സ്പെഷ്യലാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഉള്ളി ചെറുതായി അരിഞ്ഞത് 2 എണ്ണം, കറിവേപ്പില മല്ലിയില ആവശ്യത്തിന്, പച്ചമുളക് 3 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി ഓരോ ടീസ്പൂൺ വീതം, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ കടലപ്പരിപ്പ് ആദ്യം സോക്ക് ചെയ്ത് വെക്കുക, എന്നിട്ട് അത് ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കുക. ഒരു 1/2 കപ്പ് കടലപ്പരിപ്പാണ്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ അതിന് ഡോ വേണം. അത് 1/2 കപ്പ് മൈദയും 1/2 കപ്പ് ആട്ടയും ഉപ്പും ചേർത്ത് കുഴച്ച് വെക്കുക. നല്ല ടൈറ്റിൽ കുഴച്ച് വെക്കുക. പിന്നെ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ കണ്ണൂർ സിറ്റിക്കാർ പ്രത്യേകിച്ചിട്ട് നോമ്പിന് ഉണ്ടാക്കുന്ന, മെയിനായിട്ട് നോമ്പിന് പണ്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഈ അട, പരിപ്പിൻ്റെ അട. തലശ്ശേരി നിന്നൊക്കെ കോയട എന്ന് പറഞ്ഞിട്ടുണ്ടാക്കും. അതൊക്കെ ഇറച്ചിയൊക്കെ ഇട്ടിട്ട്, ബീഫൊക്കെ ചേർത്തിട്ടുണ്ടാക്കും. ഇത് പരിപ്പും ഉള്ളിയും മാത്രം ചേർത്തിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മളെ നോമ്പിന് സിറ്റിക്കാർക്ക് മെയിനായിട്ടുള്ള ഒരു ഐറ്റമാണ്. ആ ഓയിലേക്ക്, വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ശേഷം ഉള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴന്നു കഴിഞ്ഞാൽ അതിലേക്ക് എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ചെറിയ തീയിൽ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക. എല്ലാം മസാലയിലൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്, ഒന്നിച്ചിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇതാണ് നമ്മളെ അടൻ്റെ ഫില്ലിങ്സ്. അടൻ്റെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഡോ എടുത്തിട്ട് പരത്തി കൊടുക്കുക. ചെറിയ ബോൾസാക്കി എടുത്തിട്ട് നല്ല റൗണ്ടിൽ നേരിയതായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ടൊരു മൂടി വെച്ചിട്ടോ അല്ലെങ്കിൽ കട്ടറിനെ കൊണ്ടോ ഇതേപോലെ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. അതിലേക്ക് ആ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഉപ്പൊക്കെ നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഇത് ഇതേപോലെ ഇങ്ങനെ പിരിയെടുക്കാം. നല്ല നേരിയതായിട്ടുള്ള പിരിയെടുക്കുക. നമ്മൾ അട റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ല ചൂടായ ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നല്ല ബ്രൗൺ കളറാകുന്നവരെ, നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ചില ആൾക്കാർ ഇതിൻ്റെ കൂടെ, ഈ പരിപ്പിൻ്റെ കൂടെ ബീഫും ചേർക്കും. പക്ഷെ നല്ല ടേസ്റ്റിയാണ്. നമ്മൾ നോമ്പിന് മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. പണ്ട് കാലത്ത് നിർബന്ധമായിട്ട് ഉണ്ടാക്കും. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാം.